ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള, നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന വിധത്തിൽ ഉതകുന്ന ഒരു ദിവസമാണ് നാളെ മേടപ്പത്താണ്. അതായത് മേടമാസം 1 തുടങ്ങി 10ാമത് വരുന്ന ദിവസത്തെയാണ് നമ്മൾ മേടപ്പത്ത് അല്ലെങ്കിൽ 10ാം ഉദയം എന്ന് പറയുന്നത്. എന്തൊരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിയാലും അത് വിജയിക്കുന്ന, എന്തൊരു മന്ത്രം ചൊല്ലിയാലും അതിന് സദ്ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് മേടപ്പത്ത് അല്ലെങ്കിൽ 10ാം ഉദയം എന്ന് പറയുന്നത്. മേടം 1 മുതൽ 10 വരെയുള്ള ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയങ്ങളാണ്. രാവണൻ്റെ വധം കഴിഞ്ഞ് ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെയായിട്ട് തിരിച്ചു വന്നതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് 10ാം ഉദയം ആഘോഷിക്കുന്നത് എന്നാണൊരു ഐതിഹ്യം. അതിനും അപ്പുറത്തേക്ക് കുബേരൻ്റെ ജന്മദിനമാണ്, അവതാര ദിനമാണ് 10ാം ഉദയം എന്നും പറയാറുണ്ട്. ഏതൊരു മംഗളകാര്യം തുടങ്ങാനും ഈ ദിവസം വളരെയധികം ശുഭമാണ്. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഗൃഹപ്രവേശം, വാഹനം മേടിക്കാൻ, ബാങ്കിൽ ആദ്യമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി, എന്തെങ്കിലും കാര്യത്തിന് ധനം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും നല്ല ദിവസമാണ്. അതുമാത്രവുമല്ല, സൂര്യഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസം ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം സൂര്യഭഗവാൻ മേടമാസത്തിലാണ് ഉച്ചമാവുന്നതെന്ന് നമുക്കറിയാം. അതിൽ തന്നെ 10ാം ഉദയത്തിൻ്റെ അന്നാണ് സൂര്യൻ ഏറ്റവും കൂടുതൽ ഉച്ചസ്ഥായിയിൽ വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഒരു മേടപ്പത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം സൂര്യഭഗവാന്റെ ചൈതന്യം പൂർണ്ണ അനുഗ്രഹമായി അതൊരു കലയായിട്ട് പ്രവഹിക്കുന്ന ഒരു ദിവസമാണ്. അതുമാത്രവുമല്ല, ഈ ദിവസം സൂര്യമണ്ഡലത്തിലൂടെയാണ് എല്ലാ മൂർത്തികളും നമുക്ക് അനുഗ്രഹം ചൊരിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമ്മൾ സൂര്യഭഗവാനെ സ്മരിച്ചു തുടങ്ങുന്ന എന്തൊരു കാര്യത്തിനും 100% നമുക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പേരുടെ കുലദൈവത്തിന് ചിലപ്പം മേടമാസത്തിലെ 10ാം ഉദയത്തിലായിരിക്കും പൊങ്കാല വരുന്നതും ആ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ വരുന്നതും ഒക്കെ തന്നെ. ഇപ്പം എൻ്റെയൊക്കെ കുലദൈവ ക്ഷേത്രത്തിൽ നാളെയാണ് ഉത്സവവും പൊങ്കാലയും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ കുലദൈവ പൂജയ്ക്കും വളരെ 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 നിർബന്ധമായിട്ടുള്ള ഒരു ഫലമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ നാളെ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ. കാരണം ഒരു വീടിനെ നയിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീകളാണ് ആ വീട്ടിലോട്ട് ഐശ്വര്യത്തെ കൊണ്ടുവരാനും സഹായിക്കുന്നത്. സോ ആ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നാളെ ഏപ്രിൽ 22 വ്യാഴാഴ്ച സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുന്നവരാണെങ്കിൽ അർഘ്യം കൊടുക്കണം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. സൂര്യ ഉദയം മുതൽ 9 മണിക്കുള്ളിൽ വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ അത്യുച്ചത്തിലാവുന്ന ദിവസമാണെന്ന് മാത്രമല്ല, സൂര്യ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആദിത്യ ദശ നടന്നുകൊണ്ടിരിക്കുന്നവർ, ഭഗവാന്റെ അനുഗ്രഹം കുറവുള്ളവരൊക്കെ നാളത്തെ ദിവസം വ്രതമെടുത്ത് സൂര്യഭഗവാന് പൊങ്കാല ഇടുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ അല്ലെങ്കിൽ വീടിനടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി സൂര്യഭഗവാൻ, നടുക്കിയിരിക്കുന്നതാണ് സൂര്യഭഗവാന് ചുമന്ന കളറിലെ പട്ടോ അല്ലെങ്കിൽ ചുമന്ന കളറിലെ പുഷ്പങ്ങളോ സമർപ്പിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കുന്നവരാണെങ്കിൽ ഒരു കോപ്പർ കുടമെടുത്ത് അതിൽ നിറയെ ജലമെടുത്ത് ചുമന്ന കളറിലെ കുങ്കുമവും ചുമപ്പ് പൂക്കളുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് ഓം ഗൃണി സൂര്യാദിത്യായ നമഃ എന്നുള്ള മന്ത്രം ഒരു 3 പ്രാവശ്യമോ 11 പ്രാവശ്യമോ ജപിച്ചുകൊണ്ട് അത് നമ്മൾ സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അർഘ്യം കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും കിഴക്കോട്ട് നോക്കി കൈകൾ കൂപ്പി ഈ ഒരു മന്ത്രം 11 പ്രാവശ്യം ജപിക്കാം. ആദിത്യ ഹൃദയ സ്തോത്രം അറിയാവുന്നവർക്ക് അതും ജപിച്ച് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കണം. ആദിത്യ പൊങ്കാല ഇടുന്നവർ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും പൊങ്കാല തിളയ്ക്കുന്ന രീതിയിൽ പൊങ്കാല ഇടുക. അതായത് ഇപ്പം നമ്മുടെ അവിടെ 6:30 ആദിത്യൻ ഉദിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 6:15 6 മണിയൊക്കെ ആകുമ്പോൾ
ആകുമ്പോഴേക്കും പൊങ്കാല ഇട്ട് തുടങ്ങിയാൽ കറക്റ്റ് ഭഗവാൻ ഉദിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും ആ പൊങ്കാല തിളച്ച് തൂകും. അത് നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ദീപധൂപ ആരതിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുക. ആദിത്യ ദോഷമുണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ജോലിക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ ആദിത്യ പൊങ്കാല നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പൂജാമുറിയിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് ദീപം കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും ലക്ഷ്മി പൂജ ചെയ്യുന്നതും അതേപോലെ കുബേര പൂജ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ധനാഭിവൃദ്ധിയെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതേപോലെ തന്നെ അന്നത്തെ ദിവസം സൂര്യഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമുക്ക് ഫലം തരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനമാണ്. അന്നത്തെ ദിവസം എത്ര ക്ഷേത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. അവിടെ പോയി ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് മുൻ ജന്മദോഷങ്ങൾ തീരാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ശിവക്ഷേത്രം, സൂര്യഭഗവാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഭഗവാനാണ് ശിവൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാനെ ദർശനം നടത്തി ഭഗവാന് ജലധാര, കരിക്ക് ധാര, കൂവളത്ത് മാലയൊക്കെ സമർപ്പിച്ച് ആ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ഓം ഹ്രീം നമഃശിവായ എന്നുള്ള ഭഗവാന്റെ മന്ത്രം നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കണം. 108 പ്രാവശ്യം ജപിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും 108 പ്രാവശ്യം ജപിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 21 പ്രാവശ്യമെങ്കിലും ജപിച്ച് ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ല ഫലം തന്നെ നമുക്ക് തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. ലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ ദേവീ ക്ഷേത്ര ദർശനമൊക്കെ നാളത്തെ ദിവസം നടത്തുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി നാളെ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കുലദൈവ പൂജയാണ്. എങ്ങനെയാണ് കുലദൈവ പൂജ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഒരു ചെറിയ കുടത്തിൽ ജലമെടുത്തതിന് ശേഷം അത് കുലദൈവമാണ് എന്ന് സങ്കല്പിച്ച് അതിന് പുറത്ത് പൂക്കളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ നാളെയും ചെയ്യണം. അതിനുശേഷം അതിനടുത്തായിട്ട് ഒരു ചെറിയ മൺവിളക്കിലോ അല്ലെങ്കിൽ ബ്രാസിൻ്റെ വിളക്കിലോ ദീപം കൂടി കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പിടി പച്ചരി നമ്മുടെ കയ്യിലെടുക്കണം. ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, ഒരു സ്പൂണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പച്ചരി എടുക്കുക. നമ്മുടെ വലത്തെ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ കുലദൈവം ആരാണോ ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് എൻ്റെ കുലദൈവമേ. ഇനി കുലദൈവത്തെ അറിയാത്തവരാണെങ്കിൽ നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ കുലദൈവത്തിന് നമ്മളെ അറിയാം. അപ്പോൾ എൻ്റെ കുലദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പച്ചരി കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കുലദൈവത്തിനോട് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു എൻ്റെ ഈ കുടുംബത്തിന് ഇന്നു മുതൽ എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ അരി നമുക്ക് കിളികൾക്കോ ഉറുമ്പുകൾക്കോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുവഴി നമുക്ക് നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാവും, വീട്ടിലോട്ട് കുലദൈവത്തിൻ്റെ കടാക്ഷവും ഉണ്ടാകും. അതേപോലെ തന്നെ കുലദൈവ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ നാളെ തീർച്ചയായിട്ടും കുലദൈവ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ വളരെ നല്ല കാര്യമാണ്. അതേപോലെ അന്നദാനം ചെയ്യുന്നതും നാളെ നമുക്ക് സത്ഫലങ്ങൾ കൊണ്ടുവന്ന് തരുന്ന കാര്യമാണ്. ഒരാൾക്കെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ അന്നദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കിഴക്ക് നോക്കി ഒരു ദീപം കൊളുത്തി വെക്കണം. അത് സൂര്യഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് ദീപമൊന്നുമല്ല, നോർമലായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു ദീപം. ആ ദീപത്തിൻ്റെ ജ്വാല എന്ന് പറയുന്നത് കിഴക്കോട്ടായിരിക്കണം കത്തി നിൽക്കേണ്ടത്. അതിനുശേഷം നല്ല ചുമന്ന പൂക്കൾ കൊണ്ട് ആ ദീപത്തെ നമ്മൾ അലങ്കരിക്കണം. ചുമന്ന പൂക്കൾ കിട്ടാനില്ലാത്തവർ ആ ദീപത്തിനുള്ളിൽ കുറച്ച് കുങ്കുമം ഇട്ടാൽ മതിയാവും. അങ്ങനെ ദീപം കൊളുത്തി വെക്കണം. ദീപം കൊളുത്തുമ്പം നിങ്ങൾക്ക് വാഴയില, ആലില, വെറ്റില അങ്ങനെയുള്ള എന്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ദീപം കൊളുത്തി വെക്കാം. അതിനുശേഷം ആ ദീപത്തെ നോക്കിയിരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വരണം, മക്കൾക്ക് ജോലി കിട്ടണം, മക്കളുടെ വിവാഹം നടക്കണം, ഭാര്യാഭർത്തൃ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള എന്ത് കാര്യവും പറഞ്ഞിട്ട് ആ ദീപം കയ്യിലെടുക്കണം. കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ ദീപത്തിൻ്റെ ജ്വാല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിനെ നോക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് 3 പ്രാവശ്യം ഫ്രണ്ട് ഡോറിന് ആരതി എടുക്കണം. അതായത് ഇപ്പം നിങ്ങൾ ആ ദീപം വെക്കുമ്പം തെക്കോട്ടാണ് ഫേസ് ചെയ്ത് വരുന്നതെങ്കിലും നോക്കേണ്ട, നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറിനാണ് 3 പ്രാവശ്യം ആരതി എടുക്കുന്നത്. ആരതി എടുക്കുമ്പം ആ
ഫ്രണ്ട് ഡോറിൽ നമ്മുടെ കുലദൈവമുണ്ടെന്നുള്ളതാണ് സങ്കല്പം. അപ്പം ആ കുലദൈവത്തിനെയാണ് നമ്മൾ ആരതി എടുക്കുന്നത്. ആരതി എടുത്ത് 3 പ്രാവശ്യം എടുത്തതിന് ശേഷം ആ വാതിലിൻ്റെ അടി, അതായത് ആ ഒരു പടിയോട് ചേർന്നുള്ള ഭാഗത്ത് കൈകൾ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുലദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, കാത്തുരക്ഷിക്കണമേ. ഇതിപ്പം വാടക വീട്ടിൽ താമസിക്കുന്നവർ, സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർ അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് പേര് പറയുന്നതാണ് വാടക വീട്ടിൽ ചെയ്താൽ അവർക്കല്ലേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത്, അതൊരു പൊട്ടത്തരമാണ്. കാരണം വാടക വീട്ടിൽ നമ്മൾ താമസിച്ചാലും നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന എന്തൊരു കർമ്മത്തിനും അതിന് ഫലം ലഭിക്കുന്നത് നമുക്കാണ്. അല്ലാതെ ഒരിക്കലും ആ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്കല്ലാതെ എപ്പോഴും മനസ്സിൽ വെക്കണം, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നമ്മുടെ കുലദൈവമാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം. ശേഷം ദീപം അവിടെ തന്നെ പഴയതുപോലെ തന്നെ കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നത് പോലെ ഇരുന്നോട്ടെ. നമ്മുടെ കുലദൈവത്തെയും സൂര്യഭഗവാനെയും ഒന്നിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ദീപം. ഇത് നാളെ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചെയ്താൽ മതിയാവും. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ നാളത്തെ ദിവസം നമുക്ക് ചെയ്യാൻ. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ മിക്കതും ചെയ്യാൻ ശ്രമിക്കണം. അതുവഴി നമ്മുടെ കുടുംബത്തിന് രക്ഷപ്പെടാനും നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള അനുഗ്രഹം തന്ന് സൂര്യഭഗവാനും മഹാദേവനും നമ്മുടെ കുലദൈവവും നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.